ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളൊരു ചിക്കൻ സാൻഡ്വിച്ചുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മളിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് ടൈമിൽ തന്നെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടെ എനാബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ചിക്കൻ സാൻഡ്വിച്ചിലോട്ട് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. 4 സൈഡ് നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ്, ചെറുതായി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ്, അല്പം മയോണൈസ്, അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത ശേഷം ചിക്കി വെച്ചിട്ടുള്ള ചിക്കന് പകരം നമുക്ക് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ കഴിക്കാത്തവരുണ്ടായിരിക്കും, അവർക്ക് നമുക്ക് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് വരുന്ന ഇൻഗ്രീഡിയൻസ്. ഇനി ഇതെങ്ങനെ മിക്സ് ചെയ്തെടുക്കാം നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ബൗൾ എടുത്തു. അതിലോട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഇതിലോട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ആഡ് ചെയ്ത ശേഷം അല്പം മയോണൈസ് കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പി കൂടിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ട്രൈ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ഫീഡ്ബാക്ക് കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മളിടുന്ന ഓരോ വീഡിയോസിനെ കുറിച്ച് നിങ്ങൾക്കുള്ള സജഷൻസോ കാര്യങ്ങളൊക്കെ നമുക്ക് കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ മയോണൈസ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതിൽ വെജിറ്റബിൾസ് ആയിട്ട് കുക്കുംബറോ അതുപോലെ ക്യാബേജൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ക്യാരറ്റ് മാത്രമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് അങ്ങ് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി വീണ്ടും നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫില്ലിങ്ങിലോട്ട് കിടക്കാം കേട്ടോ. അതിനുവേണ്ടി ഞാനൊരു ബ്രെഡ് എടുത്തു. അതിലോട്ട് നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മിക്സ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അതിനുശേഷം ഒരു ചീസ് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു ബ്രെഡ് കൂടെ വെച്ച് കൊടുത്ത് നമ്മളെ ഫില്ലിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. അതിനുശേഷം ഒന്ന് ചൂടാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് ഒന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ടേസ്റ്റി റെസിപ്പിയാണ്. ഇതിന് സെൻറ്റർ കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.